ചിക്കൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ചിക്കൻ അങ്ങ് കറി വയ്ക്കുക എന്നുള്ളതല്ലേ. എന്നാൽ ഇന്നത്തെ വെറൈറ്റി നമുക്ക് പരീക്ഷിച്ച് നോക്കിക്കേ. ചിക്കൻ തോരനാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ് മക്കളെ, ഒന്നും പറയാനില്ല. ദേ നമുക്ക് ചിക്കൻ തോരൻ ഉണ്ടാക്കാൻ പോയാൽ. അപ്പോൾ ചിക്കൻ തോരൻ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്തേക്കണേ മക്കളെ. അപ്പം നമുക്ക് എല്ലാവർക്കും കൂടെ ചിക്കൻ തോരൻ ഉണ്ടാക്കാം. ദേ നമ്മുടെ അടുപ്പം അങ്ങോട്ട് കത്തിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ പാത്രം അങ്ങോട്ട് വെച്ചേക്കുന്നുണ്ട്. പാത്രത്തിൽ വെള്ളമയോ ഒന്നുമില്ല, അതുകൊണ്ട് തന്നെ ഒരു 2 മിനിറ്റ് കൊണ്ട് പാത്രമൊക്കെ നന്നായിട്ട് ചൂടായി വന്നോളും. ഇത് ചൂടായി വരുന്ന സമയത്ത് ഒരു 3-4 സ്പൂൺ വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്തേക്കാം. ആ സമയത്ത് ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്കത് 2 മീഡിയം സൈസിലുള്ള ഉള്ളിയാണ് ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നത്. അത്യാവശ്യം ചെറുതാക്കി തന്നെ, എന്നാൽ വലിയ കഷ്ണങ്ങളാക്കിയൊന്നും അല്ല അരിഞ്ഞേക്കുന്നത്. ഇങ്ങനെ അരിഞ്ഞ് ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഉള്ളി നന്നായിട്ടൊന്ന് വഴന്ന് വരണം, അതിനുള്ള സമയം നമുക്ക് കൊടുക്കാം. അപ്പോൾ ഇത് കണക്ക് ഉണ്ടാക്കിയിട്ടില്ലാത്തവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഇനിയിപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ചെയ്ത് അതിൻ്റെ ടേസ്റ്റൊക്കെ അറിഞ്ഞിട്ടൊന്ന് കമൻറ്റ് ചെയ്താലും മതി കേട്ടോ. അപ്പോൾ ഏതായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ് മക്കളെ. എപ്പോഴും നമ്മളിങ്ങനെ ചിക്കൻ കറി വെച്ച് മടുത്തിരിക്കുന്നതാണെങ്കിൽ ഒരു വെറൈറ്റിയൊക്കെ നല്ലതാണ്. നമ്മുടെ ഉള്ളി അങ്ങോട്ട് വാടി വന്നപ്പോഴത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് ഇടിച്ചതാണ് ഇട്ടേക്കുന്നത് കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി ഇടിച്ച് ഇടുന്നതാണ് എപ്പോഴും ടേസ്റ്റ് കൂടുതൽ ഇട്ടിരിക്കുന്നത്. നമ്മൾ നന്നായിട്ട് പേസ്റ്റ് പരുവത്തിലാക്കുന്നതിനേക്കാൾ എപ്പോഴും ടേസ്റ്റ് എന്ന് പറയുന്നത് ഇഞ്ചിയും വെളുത്തുള്ളി നന്നായിട്ടൊന്ന് ചതച്ച് ഇടിച്ചൊക്കെ ഇടുന്നതാണ്. അപ്പോൾ അതും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് വാടി വന്നോട്ടെ. അതിനുശേഷമാണ് ബാക്കിയുള്ള നമ്മുടെ കലാപരിപാടികൾ കിടക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, തീ ആവശ്യാനുസരണം നമ്മൾ കൂട്ടുകയും കുറയ്ക്കുകയും വേണം. തീ കൂട്ടി തന്നെ വെച്ചിരുന്നാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും, നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് വാടി വരത്തില്ല. അതുകൊണ്ട് തന്നെ തീ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നോളണം. ഇത് നമ്മുടെ ഉള്ളിയൊക്കെ ഇങ്ങോട്ട് വാടി വന്നപ്പോഴത്തേക്ക് നമ്മുടെ കഴുകി വെച്ചിരുന്ന ചിക്കൻ, അതിന് ഞാൻ എല്ലില്ലാത്ത ചിക്കനാണ് എടുത്തിരിക്കുന്നത്. നമുക്കിത് വേണ്ടതും എല്ലില്ലാത്ത ചിക്കനാണ്. അപ്പോൾ അത്യാവശ്യം ചെറിയ പീസുകളാക്കിയിട്ടുണ്ട്. എന്നാൽ മാത്രമേ നമ്മുടെ തോരൻ്റെ ആ ഒരു ലെവലിലേക്ക് എത്തപ്പെടത്തുള്ളൂ. നന്നായി കഴുകി വെച്ച ചിക്കൻ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അതിനേക്ക് ഞാനിങ്ങനെ പകുത്തങ്ങോട്ട് മാറ്റി വെച്ചിരിക്കുന്നത് എന്തിനാണെന്ന് ഇപ്പം നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഇച്ചിരി മസാല അങ്ങോട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, വേറൊന്നിനും അല്ല കേട്ടോ. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു 1/2 സ്പൂണോളം വരുന്ന ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നാൽ മാത്രമേ ആദ്യം മുതലേ നമ്മുടെ ചിക്കനിലൊക്കെ ഉപ്പൊക്കെ പിടിക്കത്തുള്ളൂ. ആ മസാല എല്ലാം കൂടെ നന്നായിട്ടൊന്ന് നമ്മുടെ ചിക്കനിലൊക്കെ പിടിക്കത്തക്ക വിധത്തിൽ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കുന്നുണ്ട്. നമ്മളിതിൽ വെള്ളമൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ചിക്കനിൽ ആദ്യമേ തന്നെ വെള്ളം ഓൾറെഡി ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രത്യേകം വെള്ളമൊന്നും നമുക്കിവിടെ ചേർക്കേണ്ടതായിട്ട് വരുന്നില്ല. അപ്പോൾ ഇത് നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കണം, കാരണം നമ്മുടെ മസാലയെല്ലാം നമ്മുടെ ചിക്കനിൽ പിടിക്കണം. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട തീയുടെ കാര്യമാണ് കേട്ടോ. തീ അങ്ങോട്ട് കൂട്ടി അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ടേസ്റ്റിലൊന്നും എത്തത്തില്ല, പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. അതുകൊണ്ട് തീ കുറച്ച് വെച്ചേക്കുക. ഇത് എല്ലാം കൂടെ മസാലയെല്ലാം നന്നായിട്ട് ഇളക്കി തട്ടിപ്പൂത്തി ഇതേ അടപ്പ് വെച്ച് മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു 5 മിനിറ്റൊക്കെ കഴിയും. ആ സമയത്തിനിടയ്ക്ക് നമുക്ക് ചെയ്യാനുള്ള ഒരു 8-10 ചെറിയ ഉള്ളി ഞാൻ അങ്ങോട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിന് 2-3 ഇടി കൊടുത്ത് ശരിയാക്കേണ്ടതുണ്ട്. അപ്പോൾ അതേ ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 2-3 ഇടിയൊക്കെ കൊടുത്തൊന്ന് പരുവാക്കി എടുക്കണം. നമുക്ക് കുറേ അങ്ങ് ഇടിക്കുകയൊന്നും വേണ്ട, കാരണം ഇടിച്ചിടിച്ച് ചതച്ച് അതിനൊരു കോലമാക്കി എടുക്കണ്ട. ജസ്റ്റ് 2-3 ഇടി കൊണ്ടത് ഈ കോലത്തിലൊക്കെ ആക്കി എടുത്താൽ മതി. അതിന് ശേഷം കുറച്ചും കൂടെ മിനുക്ക് പണിയൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ. നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, ചെറിയുള്ളിയുടെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ്. ഇനി അതങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങയ്ക്കകത്തിട്ടേക്കുന്നത് 1/2 സ്പൂൺ പെരിഞ്ജീരകമാണ്. പെരിഞ്ജീരകം ഇട്ട് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് അങ്ങോട്ട് കൈവച്ച് ഞെരടിക്കൊള്ളുക. ഒരു മടിയും വിചാരിക്കേണ്ട. അത് വീണ്ടും നമ്മൾ ഇടിക്കാനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിനൊക്കെ ഇടി അത്യാവശ്യമാണ്. ഒരു 2-3 നല്ല ഒരു ഇടി അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ റെഡി ആയിക്കൊള്ളാവുന്നേ ഉള്ളൂ. ചില സമയങ്ങളിൽ ചിലതിനൊക്കെ ഇടിയും തൊഴിയൊക്കെ ആവശ്യമാണെന്ന് പറയുന്ന പോലെ തന്നെ നമ്മുടെ തേങ്ങയ്ക്കിപ്പം തൊഴി ഇടിയൊക്കെ ആവശ്യമായി വന്നിരിക്കുകയാണ്. റെഡി ആയിട്ടുണ്ട്. അതും അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് അടുപ്പ് തുറന്ന് നോക്കാം. നന്നായിട്ട് ചിക്കനൊക്കെ വെന്ത് വരുന്ന ഈ സമയമാണ്. അപ്പോൾ ചിക്കനിൽ നിന്ന് തന്നെ ഇറങ്ങിയിരിക്കുന്ന വെള്ളമാണ്. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. ഈ സമയത്ത് നമ്മുടെ ചെറിയ ഉള്ളി ചതച്ചത് ഇടിച്ചത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒരു 1-2 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ആ ഉള്ളിയിലൊക്കെ നന്നായിട്ട് മസാലയൊക്കെ ഒന്ന് പിടിക്കണം. മാത്രമല്ല ഇനി ഉള്ളി വേവിയും കൂടെ വേണമല്ലോ, അതിനും വേണമല്ലോ നമ്മളൊന്ന് അടച്ചു വെച്ച് വേവിക്കണം കേട്ടോ. അപ്പോൾ വീണ്ടും ഒന്ന് ഇളക്കിയൊക്കെ ചെയ്തതിന് ശേഷം നമ്മുടെ അടപ്പെടുത്ത് മൂടി വെച്ച് ഇനി ഒരു 2-3-4 മിനിറ്റ് ഒന്ന് വെന്ത് വരാൻ, ഉള്ളിയുമായിട്ട് ഇതൊക്കെ ഒന്ന് യോജിച്ച് വരാൻ വേണ്ടിയുള്ള സമയം കൂടെ നമുക്ക് കൊടുക്കാം. ആ സമയത്ത് കുറച്ച് മിനുക്ക് പണിയും കൂടെ ഉണ്ടായിരുന്നു. ഒരു 3-4 വറ്റൽമുളക് എടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കുരുമുളക്, അതായത് പൊടിക്കാത്ത കുരുമുളകും കൂടെ എടുത്ത് 1 സ്പൂണോളം വരുന്ന കുരുമുളകും കൂടെ എടുത്ത് മിക്സിയുടെ ജാറിൽ ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അതാണിപ്പോൾ ഞാൻ കാണിച്ചിരിക്കുന്നത്. അതിനുശേഷം നമ്മുടെ അടപ്പ് തുറന്നപ്പോഴത്തേക്ക് നമ്മുടെ ഉള്ളിയൊക്കെ വെന്തിട്ടുണ്ട്. ആ വെന്ത് വരുന്ന സമയത്ത് നമ്മൾ ഇടിച്ച് പിഴിച്ച് ചതച്ച് അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ആ ഒരു തേങ്ങയും പെരിഞ്ജീരകവും കൂടെ ഉള്ള ആ ഒരു മിക്സ് നമുക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ.
അപ്പോൾ ഒരു പേടിയും പേടിക്കേണ്ട, നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കാരണം അടിപൊളി ടേസ്റ്റാണ് നമ്മളങ്ങോട്ട് കഴിക്കാൻ പോകുന്നത്. അതിനുശേഷം തേങ്ങയൊക്കെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഒരു 2 മിനിറ്റ് ഒന്നും കൂടെ ഒന്ന് മൂടി വെച്ച് വേവിക്കാം. വേറൊന്നും കൊണ്ടല്ല, തേങ്ങ പച്ചയായിരുന്നല്ലോ, നമ്മൾ മൂപ്പിച്ച തേങ്ങയൊന്നും അല്ല ഇട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ തേങ്ങയൊന്ന് നന്നായിട്ടൊന്ന് വാടി വെന്തൊക്കെ വരാൻ ഒരു 1-2 മിനിറ്റ് സമയം എടുക്കും. ഇത് കഴിഞ്ഞതിന് ശേഷം 1 സ്പൂൺ മല്ലിപ്പൊടി ഇങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മളൊരു മിനിറ്റോളം ഒന്ന് ഇളക്കി കൊടുത്തേക്കണം. മല്ലിപ്പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം. അതിനുശേഷം വീണ്ടും നമ്മുടെ അടപ്പെടുത്ത് അടയ്ക്കേണ്ടതുണ്ട്. അപ്പോൾ എല്ലാവരും വിചാരിക്കും ഇതെന്താ ഷാനി ഇത് എപ്പോഴും ഈ അട തന്നെയുള്ളൂ എന്ന്. പക്ഷെ നമ്മുടെ ഈ ഒരു ടേസ്റ്റ് നമ്മൾ ഉദ്ദേശിച്ച ഒരു പരുവത്തിൽ നമ്മുടെ തോരൻ എത്തണ്ടേ. അപ്പോൾ അതേ വീണ്ടും നമ്മൾ മല്ലിപ്പൊടിയൊക്കെ ഇട്ട് ഇളക്കിയിട്ട് മൂടി വെച്ച് ഒരു 2 മിനിറ്റോളം ഒന്ന് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇത് മൂടി തുറന്നപ്പോഴത്തേക്ക് നമ്മുടെ മല്ലിപ്പൊടിയുടെ പച്ചമണമൊക്കെ മാറി അടിപൊളി പരുവത്തിലായി വന്നിട്ടുണ്ട്. ഇനിയും കുറച്ച് മിനുക്ക് പണിയും കൂടെ ഉണ്ട് കേട്ടോ. നമ്മുടെ തോരനൊക്കെ ഇങ്ങോട്ട് വകഞ്ഞ് മാറ്റി വെച്ച് മധ്യഭാഗത്തായിട്ട് ഇടാൻ പോകുന്നത് എന്താണെന്ന് കണ്ടോ. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ട് നമ്മുടെ വറ്റൽമുളകും കുരുമുളകും കൂടെ പൊടിച്ചതാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ചിക്കൻ നന്നായിട്ട് ഇളക്കി എടുക്കുന്നുണ്ട്. ചിക്കനിലെല്ലാം നന്നായിട്ട് പിടിക്കണം. ഇനി അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഒരു നേരം ഒരു 1-2 മിനിറ്റും കൂടെ നമുക്ക് അതും കൂടെ ഒന്ന് അതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറത്തക്ക വിധത്തിൽ ഒന്ന് മൂടി വെച്ച് അടയ്ക്കുന്നത് നന്നായിരിക്കും. കാരണം എന്നാലേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഫലത്തിലേക്ക് എത്തത്തുള്ളൂ. അപ്പോൾ ഏതായാലും നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇളക്കി കൊടുത്ത് എല്ലാ ഭാഗത്തും പിടിച്ചതിന് ശേഷം തട്ടിപ്പൊത്തി വെച്ചിട്ട് മൂടിയെടുത്ത് അടച്ച് ഒരു 1-2 മിനിറ്റ് നേരം ചെറിയ തീയിലാണ് വെച്ചേക്കുന്നത് കേട്ടോ. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ, തീ കൂട്ടുന്നേ ഇല്ല. അപ്പോൾ 2 മിനിറ്റൊക്കെ കഴിഞ്ഞു, ഓക്കെ ആയി വന്നിട്ടുണ്ട്. നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ചെറിയൊരു മിനുക്ക് പണിയും കൂടെ കൊടുക്കാൻ പോവുകയാണ്. ഇനി നമുക്ക് മൂടി വെച്ച് അടയ്ക്കണോ വേണ്ടേ എന്നുള്ളത് പിന്നെ തീരുമാനിക്കാം. അപ്പോൾ ഈ സമയത്ത് 3-4 തണ്ട് കറിവേപ്പിലയും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില ഇതുവരെ ഇട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ കൂട്ടത്തിൽ തന്നെ നിങ്ങൾ വിചാരിക്കും സ്പ്രൈറ്റാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരിക്കലും അല്ല. ഒരു 2 സ്പൂണോളം വരുന്ന വെളിച്ചെണ്ണയാണ് നമ്മൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. കൂട്ടത്തിൽ കുറച്ച് ഉപ്പും കൂടെ. അപ്പോൾ നോക്കുമ്പോൾ ഉപ്പിനൊരല്പം കുറവുണ്ടോ ഇല്ലേ എന്നൊക്കെ നമുക്ക് നോക്കിയിട്ട് ഉപ്പ് വേണ്ടവർക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. നമ്മുടെ തോരൻ, ചിക്കൻ തോരൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ചിക്കൻ തോരൻ ഉണ്ടാക്കിയിട്ടുള്ളവരും ഇനി ഉണ്ടാക്കി കഴിക്കാൻ പോകുന്നവരൊക്കെ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്തേക്കണേ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക.